ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നേതിയാസ് മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും പൈനാപ്പിൾ ജാം. എങ്ങനെയാണ് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് പൈനാപ്പിൾ ജാം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പൈനാപ്പിൾ ജാം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിളാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു നാരൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ നടുക്കത്തെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ, ആ പൂഞ്ച് എന്ന് പറയുന്ന, അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി ഒന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഞാനിവിടെ അരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറിലാണ് അടിക്കുന്നതെങ്കിൽ ഒന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ എക്സ്ട്രാക്റ്ററിലായതുകൊണ്ട് ഡയറക്റ്റ് ഗ്ലാസ്സിലോട്ട് തന്നെ ഒഴിക്കുകയാണ്. ഇതായി ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ഒരു പൈനാപ്പിളിൽ നിന്ന്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ, നല്ല കട്ടിയായിട്ട് ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചൊന്ന് കുറുകി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ജാമിന് വേണ്ടുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പൈനാപ്പിൾ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായി തിളച്ച് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി കുറുകി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടില്ല കേട്ടോ. ഒരു 1/2 കപ്പും പിന്നെ 2 സ്പൂണും കൂടിയാണ് പഞ്ചസാര ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. കാരണം ഇതധികം പുളി ഇല്ലാത്ത പൈനാപ്പിളായിരുന്നു, അത്യാവശ്യം മധുരമുള്ള പൈനാപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പഞ്ചസാര ചേർത്തത്. അതല്ല നല്ല പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമുക്കൊരു 3/4 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാരയുടെ അളവ് അറിയാനായിട്ടാണ് നമ്മളിത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ അളന്ന് നോക്കുന്നത്. അപ്പോൾ 1 കപ്പ് ജ്യൂസിന് നമ്മൾ 3/4 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. പിന്നെ നമ്മളുടെ പൈനാപ്പിൾ എടുത്തിരിക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുറുകി വരുന്നൊരു കൺസിസ്റ്റൻസിയിൽ എത്തണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കറുവാപ്പട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ജാമിന് നല്ലൊരു മണം വരാനായിട്ടാണ്, നല്ലൊരു മണവും ഒരു ഫ്ലേവറൊക്കെ വരാനായിട്ടാണ് നമ്മളൊരു കറുവാപ്പട്ട ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചേർത്തൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളുടെ ആ പൈനാപ്പിൾ ജാമിൻ്റെ ഒരു മണമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ പൈനാപ്പിൾ ജാം വാങ്ങുമ്പോൾ നമുക്കൊരു ഫ്ലേവർ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലേവർ നല്ല മണം വരുന്നുണ്ട് ജാമിൻ്റെ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ജാം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണല്ലോ ജാം. അപ്പോൾ വീട്ടിൽ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അതായത് നമ്മുടെ ജാം ഒന്നുകൂടി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിലൊക്കെ ജാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ഒരു പൈനാപ്പിളല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 3-4 പൈനാപ്പിളൊക്കെ വെച്ചിട്ട് നല്ല ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ജാം ചെയ്തെടുക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാകുമ്പോൾ ഒരു 6 മാസം വരെയൊക്കെ നമ്മളുടെ ഈ ജാം കേടാകാതിരിക്കും. അപ്പോൾ 1-2 സ്പൂൺ നാരങ്ങാനീരും കൂടി നമുക്ക് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്, കേടാകാതിരിക്കാൻ. ഇതിപ്പോൾ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ജാം കട്ട പിടിച്ചു പോകും. ഇപ്പോൾ നമ്മുടെ ജാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. നമ്മൾ ആദ്യം പൈനാപ്പിൾ അരച്ചെടുക്കുമല്ലോ, അരയ്ക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് നന്നായി അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളുടെ ജാമിനൊരു തരിതരിപ്പോ ഒരു കട്ടയൊക്കെ കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി അരിച്ചെടുക്കാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്ലെയിമാണ്. അപ്പോൾ ഒരുപാട് ഫ്ലെയിം ആവരുത്. ഇൻ കേസ് ഒരുപാട് ഫ്ലെയിമിലിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും ജാമിൽ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത്
തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടിത് എടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളുടെ ജാം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ, കാരണം ഇത് തണുത്തതിന് ശേഷം ഒന്നുകൂടി കുറുകി വരും. അപ്പോൾ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്